കേരളത്തിന്റെ ഉത്സവ ലഹരിയായ തൃശൂർ പൂരത്തിന് തൊട്ടു മുൻപ് മുണ്ടത്തിക്കോട്ടെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനം നാടിനെ നടുക്കുന്ന ഒന്നായിരുന്നു. പൂരത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കാൻ രാപ്പകൽ അധ്വാനിച്ച ഒരു കൂട്ടം തൊഴിലാളികളുടെ ജീവൻ നിമിഷങ്ങൾക്കുള്ളിൽ കത്തി അമർന്നപ്പോൾ ആ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ ഒട്ടേറെ പേർ മുന്നോട്ട് വന്നു. ആ സാഹചര്യത്തിലാണ് തൃശൂർ എം പി സുരേഷ് ഗോപി ദുരന്തബാധിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ചത്. തന്റെ പരേതയായ മകൾ ലക്ഷ്മി സുരേഷ് ഗോപിയുടെ ഓർമ്മയ്ക്കായി ആരംഭിച്ച ട്രസ്റ്റ് വഴിയാണ് അദ്ദേഹം ഈ സഹായം എത്തിക്കുന്നത്. മുണ്ടത്തിക്കോട് അപകടത്തിൽ മരിച്ച ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന് 1 ലക്ഷം രൂപ വീതം നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. പൂരങ്ങളുടെ പാരമ്പര്യത്തെ നെഞ്ചിലേറ്റുന്ന തൃശൂർ ജനതയ്ക്ക് ആ പാരമ്പര്യം നിലനിർത്താൻ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നവരോടുള്ള ഉത്തരവാദിത്തമാണ് ഈ കാരുണ്യ പ്രവൃത്തിയെന്ന് സുരേഷ് ഗോപി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. മുണ്ടത്തിക്കോട് അപകടത്തിൽ തകർന്നുപോയ കുടുംബങ്ങൾക്ക് താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് സുരേഷ് ഗോപി എം പി തന്റെ കുടുംബ ട്രസ്റ്റ് വഴി ധനസഹായം പ്രഖ്യാപിച്ചത്. കേവലം ഒരു സാമ്പത്തിക സഹായം എന്നതിലുപരി സാമൂഹികപരമായ ഉത്തരവാദിത്വവും മാനുഷികമായ പരിഗണനയുമാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത്. തന്റെ പരേതയായ മകൾ ലക്ഷ്മി സുരേഷ് ഗോപിയുടെ ഓർമ്മയ്ക്കായി ആരംഭിച്ച ട്രസ്റ്റ് വഴി ഇത്തരമൊരു സഹായം എത്തിക്കുന്നതിലൂടെ മകളുടെ സ്മരണ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നിലനിർത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന് 1 ലക്ഷം രൂപ വീതം ട്രസ്റ്റ് കൈമാറും. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഇതൊരു ചെറിയ ആശ്വാസമാകുമെന്ന് അദ്ദേഹം കരുതുന്നു. പൂരങ്ങളുടെയും പൂരക്കലകളെയും സ്നേഹിക്കുന്ന തൃശ്ശൂരിന്റെ മണ്ണിൽ ഈ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ പ്രയത്നിച്ചവരെ വിധി തട്ടിയെടുത്തപ്പോൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് സാംസ്കാരിക കേരളത്തിന്റെ കടമയാണെന്ന് സുരേഷ് ഗോപി ഓർപ്പിച്ചു.